നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമമിടാൻ കഴിയാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിസന്ധിയിൽ. ഡൽഹിയിൽ ശനിയാഴ്ച രാത്രി വൈകിയും നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ നിശ്ചയിക്കാൻ AICCക്ക് സാധിച്ചില്ല. ഗ്രൂപ്പ് വൈരങ്ങളും വ്യക്തിപരമായ താൽപര്യങ്ങളും മൂലം നേതാക്കൾക്കിടയിൽ സമവായം സാധ്യമാകാത്തതാണ് പ്രഖ്യാപനം നീളാൻ കാരണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രകടമായത്. ഹൈക്കമാൻഡ് തീരുമാനം ഉടൻ തന്നെ UDFിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഖർഗെയുടെ വസതിയിൽ ആരംഭിച്ച ചർച്ചകളിൽ കേരളത്തിലെ പ്രമുഖ നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുത്തു. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഖർഗെയും ഓരോ നേതാക്കളുമായും തനിച്ച് സംസാരിക്കുകയായിരുന്നു. MLA-മാരുടെ പിന്തുണയും പ്രാദേശിക വികാരവും ഒപ്പം വരാനിരിക്കുന്ന ഭരണത്തിന്റെ കെട്ടുറപ്പ് മുൻനിർത്തിയാണ് ഹൈക്കമാൻഡ് കരുക്കൾ നീക്കുന്നത്. എന്നാൽ ഓരോ നേതാവും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെ ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ദേശീയ നേതൃത്വം പാടുപെടുകയായിരുന്നു. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത്. ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ വേണുഗോപാലിനുണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ നിർദ്ദേശത്തോട് VD സതീശനും രമേശ് ചെന്നിത്തലയും അനുകൂലമായല്ല പ്രതികരിച്ചത്. തന്നെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്നും താൻ എന്നും നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായി നിലകൊണ്ടിട്ടുള്ള ആളാണെന്നും വേണുഗോപാൽ ചർച്ചയിൽ ഓർമ്മിപ്പിച്ചു. താൻ ഇതുവരെ മത്സരിച്ചതും വിട്ടുനിന്നതുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് തനിക്ക് തന്നെ മുഖ്യമന്ത്രി പദം വേണമെന്ന നിലപാടിലാണ് VD സതീശൻ. MLA-മാരുടെ വികാരം മാനിക്കണമെന്ന വാദത്തെ സതീശൻ ശക്തമായി എതിർത്തു. KC വേണുഗോപാലിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ താൻ തന്നെ മണ്ഡലമായ പറവൂർ MLA സ്ഥാനം പോലും ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണെന്ന വൈകാരികമായ പ്രതികരണമാണ് സതീശൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നടത്തിയത്. സതീശന് അനുകൂലമായി കേരളത്തിൽ നടന്ന പ്രകടനങ്ങൾ അച്ചടക്ക ലംഘനമാണെന്നാണ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി വിലയിരുത്തുന്നത്. മറുവശത്ത് സീനിയോറിറ്റിയും അനുഭവ സമ്പത്തും പരിഗണിച്ച് തനിക്ക് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ രമേശ് ചെന്നിത്തലയും ഉറച്ചുനിന്നു. സോണിയാഗാന്ധിയുടെ പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സതീശനും വേണുഗോപാലും തമ്മിലുള്ള തർക്കത്തിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയായി താൻ പരിഗണിക്കപ്പെടുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. എന്നാൽ ഹൈക്കമാൻഡ് വേണുഗോപാലിന് അനുകൂലമായ നിലപാടെടുത്തതോടെ ചെന്നിത്തലയും തന്റെ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെ ചർച്ചകൾ എങ്ങും എത്താത്ത നിലയിലേക്ക് നീങ്ങുകയായിരുന്നു. UDFിലെ പ്രധാന കക്ഷിയെ മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഹൈക്കമാൻഡ് ഗൗരവമായി പരിശോധിച്ചു. എന്നാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തീരുമാനമെടുക്കുന്നത് ഭാവിയിൽ ദോഷകരമാകുമെന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. ഘടകകക്ഷികൾക്ക് വഴങ്ങിയാൽ അത് അസാധാരണമായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയരാൻ കാരണമാകുമെന്നും ഹൈക്കമാൻഡ് ഭയക്കുന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ അനുവദിക്കില്ലെന്ന കർക്കശ നിലപാടിലാണ് ഖർഗെയും രാഹുലും. ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കവേ കേരളത്തിൽ പലയിടങ്ങളിലും സതീശൻ അനുകൂലികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു. കോഴിക്കോട് ഉള്ളിയേരിയിലും സമാനമായ രീതിയിൽ ഫ്ലക്സ് ബോർഡുകളും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ഹൈക്കമാൻഡ് തീരുമാനം KC വേണുഗോപാലിന് അനുകൂലമാകുമെന്ന അഭ്യൂഹങ്ങൾ പരന്നതാണ് സതീശൻ പക്ഷത്തെ പ്രകോപിപ്പിച്ചത്. ഈ പരസ്യമായ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. വൈകിട്ട് 6:30 മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും കടുംപിടുത്തവും കാരണം ചർച്ചകൾ 7 മണിവരെ നീണ്ടു. ഒടുവിൽ രാത്രി 7:05 എല്ലാ നേതാക്കളും ഖർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണ് മാധ്യമങ്ങളെ കണ്ട പ്രഖ്യാപനം മാറ്റിവെച്ച കാര്യം അറിയിച്ചത്. നമുക്ക് സമയമുണ്ട്, ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് തീരുമാനം പ്രഖ്യാപിക്കും എന്നായിരുന്നു അവരുടെ ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രതികരണം. നേതാക്കളുടെ തർക്കത്തിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് സൂചന. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ വലിയ ജനവിധിക്ക് ശേഷം ഇത്തരം ഗ്രൂപ്പ് വഴക്കുകൾ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടത്. തങ്ങൾക്കായി നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങളും അവസാനിപ്പിക്കണമെന്നും റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും നേതാക്കൾ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകില്ലെന്നും ഹൈക്കമാൻഡ് നേരിട്ട് പ്രഖ്യാപനം നടത്തുമെന്നുമാണ് നേതാക്കൾ നൽകുന്ന സൂചന. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. കേരളത്തിലെ ജനങ്ങളും UDF പ്രവർത്തകരും വലിയ ആശങ്കയോടെയാണ് ഈ വാർത്തകളെ നോക്കിക്കാണുന്നത്. ഭരണ തുടർച്ച ലഭിക്കാത്ത സാഹചര്യത്തിൽ ലഭിച്ച ഈ അവസരം ഗ്രൂപ്പ് തർക്കങ്ങളിൽ തട്ടി നഷ്ടമാകുമോ എന്ന ഭയത്തിലാണ് സാധാരണ പ്രവർത്തകർ. ഹൈക്കമാൻഡ് ആരെ തുണയ്ക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിലെ വരും ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.